പ്രിയ സുഹൃത്തുക്കളെ, നാളെ 14/2/2025 പെരിന്തൽമണ്ണ കോളേജിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനമാണ്. നാളെ മിനിസ്റ്റർ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നാളെ നമ്മുടെ കോളേജിൻ്റെ 50-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യണം. ഈ ഉദ്ഘാടന വേളയിൽ ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവണം, എൻ്റെ ഒപ്പം പഠിച്ചവരുണ്ടാവണം. ഇത് വള്ളുവനാടൻ ചാനലാണ്, പ്രമോദാണ്. പെരുന്തൽമണ്ണ കോളേജിലെ 86-88 വർഷത്തെ വിദ്യാർത്ഥിയാണ്, അവിടുത്തെ കൗൺസിലറാണ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചവരും അതിൻ്റെ താഴെയുള്ള ആളുകളും അതിൻ്റെ മുകളിലുള്ള ആളുകളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് ഒത്തൊരുമിച്ചിട്ട് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് പിരിയാം. നല്ലൊരു കൂടിച്ചേരലിന് നിങ്ങളെല്ലാവരും പങ്കാളികളാവണം. നമുക്കവിടെ കുറേ മാറ്റങ്ങൾ വരുത്താണ്ട്, പുതിയ പുതിയ കോഴ്സുകൾ വരാണ്ട്. ആ ഗ്രൗണ്ട് 87-88 കാലഘട്ടത്തിൽ ആ കോളേജ് ഗ്രൗണ്ട്, കോളേജ് 86 ആ കോളേജിലേക്കുള്ള റോഡ് നമ്മൾ ശ്രമദാനമായിട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് 87-88 NSൻ്റെ ഭാഗമായിട്ട് കോളേജ് ഗ്രൗണ്ട് നമ്മൾ കളച്ചുണ്ടാക്കിയതാണ്. അന്ന് JCB ഒന്നും അത്രയ്ക്ക് സജീവമല്ല. ആ സമയത്ത് 10 ദിവസം ക്രിസ്മസ് വെക്കേഷനിൽ 10 ദിവസം നമ്മൾ കൈക്കോട്ടെടുത്ത് കളച്ചുണ്ടാക്കിയ ഗ്രൗണ്ടാണ് പിന്നെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിൻ്റെ ഗ്രൗണ്ട്. ഇപ്പോഴും അന്നുണ്ടാക്കിയ അതേ ഗ്രൗണ്ടാണ്, ഒരു മാറ്റമില്ല. അന്ന് അതിൽ പിന്നെ നമുക്കൊരു വിഷമം ഉണ്ടായത്, നമ്മളൊരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു NSൻ്റെ വളണ്ടിയർ ഉണ്ടായിരുന്നു. അവൻ്റെ കാലിൽ വിക്കാസ് കൊണ്ട് കൊത്തിയപ്പോൾ കാല് തുളഞ്ഞു കയറിയ ഒരു ഇതുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ MLA മന്ത്രിയായ ചരിത്രമുണ്ട്, MLA മാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് MLA മാർ അതിന് ശേഷം ഉണ്ടായി. 88 കോളേജ് വരുന്നത്. പെരിന്തൽമണ്ണ കോളേജ് ഗവൺമെൻറ് കോളേജ് അങ്ങാടിപ്പുറത്ത് നിന്ന് 88 പാതാക്കരയ്ക്ക് മാറ്റണത്. ആ പാതാക്കരയ്ക്ക് മാറ്റിയിട്ട് പുതിയ കോഴ്സുകൾ കുറേ വന്നു, പുതിയ കെട്ടിടങ്ങൾ വന്നു, അതൊക്കെ ശരി. പക്ഷെ ഒരു കോളേജ് ഗ്രൗണ്ട് ഇപ്പോഴും ഇല്ല. പിന്നെ നമ്മളവിടെ കുറേ പുരോഗമനപരമായ കുറേ ആശയങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു, ഒന്നും നടപ്പിലായില്ല. അതൊക്കെ നടപ്പിലാക്കാണ്ട് ഒരുപാട് 10-25 ഏക്കർ സ്ഥലം ഗവൺമെൻറ്റിന് അവിടുത്തെ ജനങ്ങൾ വിട്ടു നൽകിയതാണ്. അവിടെ ഒരു നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യാം, ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ പുതിയ കോഴ്സുകൾ വേണം, കോളേജ് ഗ്രൗണ്ട് നന്നാക്കണം, കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുതിയ പുതിയ ഇവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഹോസ്റ്റൽ വന്നിട്ടുണ്ട്, ഇതൊക്കെ. അപ്പോൾ ഇനി വേണ്ടത് എന്താ വെച്ചാൽ പുതിയ കോഴ്സുകളും ആ ഗ്രൗണ്ട് നേരെയാക്കലും. അതിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായിട്ട് സമ്മർദ്ദം ചെലുത്തിയാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനാണല്ലോ നമ്മളെ MLAനെയും MP-നെയും ഒക്കെ തിരഞ്ഞെടുത്ത് അയക്കണത്. അവരിതിൻ്റെ മുന്നിലേക്ക് വേണം. ഇതിൻ്റെ മുമ്പ് പിന്നെ അവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി NSUP സാഹിബ് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ കോഴ്സ് വന്നു, പക്ഷെ അതൊന്നും നമ്മുടെ ഈ ചുറ്റുവട്ടത്തിന് പറ്റിയ കോഴ്സുകളല്ല. അതാദ്യം തുറന്നു പറയാം. നമ്മുടെ പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടത് പട്ടാമ്പി കോളേജിലും ഒറ്റപ്പാലം കോളേജിലൊക്കെ പോയി പഠിക്കണ കുട്ടികൾ പെരിന്തൽമണ്ണയ്ക്ക് വരണം വെച്ചാൽ ഇവിടെ സയൻസ് ഗ്രൂപ്പും ഹിസ്റ്ററിയും ഒക്കെ വേണം. ഹിസ്റ്ററിയിൽ പുതിയൊരു കോഴ്സ് ഇപ്പോഴും അവിടെ ഇല്ല, കൊമേഴ്സിൽ പുതിയ കോഴ്സുകളില്ല. അപ്പോൾ പുതിയ കോഴ്സുകൾ വരണം, പിന്നെ PG വരണം, അതൊന്നുമില്ല. അപ്പോൾ അത്തരം കോഴ്സുകൾ കൂടി വരാൻ വേണ്ടി എല്ലാവരുടെ ഭാഗത്തുനിന്നുമില്ല ശ്രമം വേണം. അത്രയും പറഞ്ഞുകൊണ്ട്, വള്ളുവനാടൻ ചാനലാണ്, പ്രമോദാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ഗുഡ് നൈറ്റ്.